ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ. എൻ്റെ പൊന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചുറ്റിക്കറങ്ങലാണ് കേട്ടോ, യൂട്യൂബിലത്തെ വരുമാനം കൊണ്ട് അടിച്ച് പൊളിച്ച് ജീവിക്കലാണല്ലേ കോവയിൽ. എൻ്റെ പൊന്നെ, കോവയിൽ അടിച്ച് പൊളിച്ച് ജീവിക്കണേ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല കേട്ടോ. യൂട്യൂബിൽ വരുമാനം കിട്ടാനായിട്ടില്ല കേട്ടോ. ആദ്യം മോണിറ്റേഷൻ ആകണം കേട്ടോ. മോണിറ്റേഷൻ ആകണമെങ്കിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്യാതെ ഇത് കിട്ടൂല. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ വാച്ച് അവർ, എൻ്റെ പൊന്നെ, വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ അത് നമ്മൾ പഠിച്ചോ തന്നെ വിചാരിക്കണം എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടലിലോട്ട് പോയി. അപ്പോൾ യൂട്യൂബ് വരുമാനം കൊണ്ടൊന്നുമല്ല കേട്ടോ, മനസ്സിൽ സന്തോഷം കിട്ടാനും ഹാപ്പി ആയിട്ടിരിക്കാനും പിന്നെ ഹൃദയത്തിൻ്റെ ഒരു തുടിപ്പില്ലേ, അത് എപ്പോഴാണ് എൻ്റെ പൊന്നെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മുമ്പ് ഉള്ളതും കൊണ്ട് നമ്മളെ മക്കളെയും കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് എൻജോയ് ആയിട്ട് അങ്ങ് ആസ്വദിച്ച് ഉള്ളതും കൊണ്ട് അങ്ങ് ജീവിക്കുക കേട്ടോ. അപ്പോൾ ഇക്കാനെയും കൊണ്ട് കഴിയുന്നതുപോലെ ജീവിക്കുക. കഷ്ടപ്പാടും കടങ്ങളും ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ ലൈഫിൽ അങ്ങ് മാറി നിൽക്കാൻ പാടില്ല. പിന്നെ യൂട്യൂബ് വരുമാനം കൊണ്ടും ഇങ്ങനെ ചുറ്റിക്കറങ്ങും അടിച്ച് പൊളിച്ച് ജീവിക്കുമല്ല കേട്ടോ. എൻ്റെ പൊന്നെ, നമ്മളെ സന്തോഷം, ചെറിയ ചെറിയ സന്തോഷങ്ങൾ, മക്കളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയില്ല ചുറ്റിക്കറങ്ങലും കഴിക്കലുമാണ്. കാശുണ്ടായിട്ട് നമ്മൾ കഴിച്ചു വരില്ല. കാശുണ്ടായിട്ടാണ് നമുക്ക് വീടുണ്ടാക്കുക പറയില്ല. ഒക്കെ ഉള്ളതും പോലെ അങ്ങ് പഠിച്ചോനൊരു വഴി എത്തിക്കും പറഞ്ഞിട്ട് അങ്ങ് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളൊരു കടയിലോട്ട് പോയി. ഹോട്ടലിൽ പോകണമെന്നാണ് ഇക്ക പറഞ്ഞത്. മന്തി വേണമെന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നെ, മന്തി വേണ്ട. മന്തി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. എനിക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. എന്നിട്ട് ഒരു വയറിന് സുഖം കിട്ടില്ല കേട്ടോ. അങ്ങനെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടം ഐസ്ക്രീം, ഫലൂദ, അതേമാതിരി അവിൽ മിൽക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു കടയിലോട്ട് പോയി. എൻ്റെ പൊന്നെ, ആദ്യം ഒരു ഷവർമ ഓർഡർ ചെയ്തു. ആദ്യം 2 കസ്റ്റാർഡും പിന്നെ ഒരു ജ്യൂസും ഓർഡർ ചെയ്ത്. അതിങ്ങനെ പേരൊന്നും അറിയില്ല കേട്ടോ എൻ്റെ പൊന്നെ. അതിങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് പോയി ഒന്ന് എടുത്ത് അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു, പകുതി അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഷവർമ വന്നു, പിന്നെ 2 ഫലൂദ വന്നു കേട്ടോ. അങ്ങനെ ഷവർമ മോനിക്കാണ് കേട്ടോ ഓർഡർ ചെയ്ത്. എൻ്റെ പൊന്നെ, മോന് സന്തോഷത്തോടെ കഴിക്കണ കാണുമ്പോൾ നമ്മളെ മക്കളെ മനസ്സങ്ങ് നിറയും. മക്കൾ കഴിക്കണ കണ്ട നമ്മളെ മനസ്സങ്ങ് നിറയും കേട്ടോ. ഇക്ക പറയാം, എൻ്റെ പൊന്നെ, എൻ്റെ മോന് കഴിക്കണ കണ്ട എനിക്ക് മനസ്സമാധാനം. അങ്ങനെ 2 ഫലൂദ ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു ബർഗർ ഓർഡർ ചെയ്തു. എൻ്റെ പൊന്നെ, ബർഗർ അങ്ങ് കടിക്കാനും വായിലോട്ട് എത്തുന്നില്ല കേട്ടോ. ഇതെങ്ങനെയാണ് കഴിക്കുക? മനുഷ്യന്മാർ കഴിക്കുമോ ഇവിടെ? എങ്ങനെ കഴിക്കുമോ? കടയിലോട്ടൊക്കെ പോയാലും കുറേ പേരിങ്ങനെ നോക്കിയിട്ടേ ഇരിക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ബർഗറും കൊണ്ട് കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അതിനെ കട്ട് ചെയ്തുങ്ങാണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാവരും കഴിച്ചു കേട്ടോ. അങ്ങനെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, ഹാപ്പി ആയിട്ടോ. ആഴ്ചയിലും ഒക്കെ ഒരിക്കലും ഇങ്ങനെ പുറത്തൊന്ന് പോയിട്ട് എൻജോയ് ചെയ്യണം മക്കളെ. എപ്പോഴാണ് നമ്മളെ ഹൃദയത്തിൻ്റെ തുടിപ്പ് നിൽക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതും കൊണ്ട് ഓണം പോലെ എല്ലാവരും ജീവിക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം. കാശുണ്ടായിട്ട് ആരും നടന്നൊന്നും വരില്ല. ഉണ്ടായിട്ട് നടക്കുമല്ല കേട്ടോ. ഞങ്ങൾക്കും ഉണ്ട് കഷ്ടപ്പാടും കടങ്ങളും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ആർക്കും കഷ്ടപ്പാടും കടങ്ങളും ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് ജീവിക്കുക. അപ്പോൾ എത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.